കോന്നിയിൽ റോഡരികിൽ നിന്ന് മരം വീണ് ബൈക്ക് യാത്രക്കാരൻ മരിക്കാനിടയായ സംഭവം അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന ആക്ഷേപമുയരുന്നു. അപകടം നടന്നയുടൻ അതുവഴി വന്ന ബ്ലാന്തടം MKG മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ MG സജീവാണ് സ്വന്തം വാഹനത്തിൽ മൈക്കിളിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഒരാൾ മരത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട് സജീവ് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അനക്കമില്ലാതെ മൈക്കിളിനെ കാണാനിടയായത്. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തീപ്പൊരിയുണ്ടായി. തുടർന്ന് സാഹസികമായാണ് മൈക്കിളിനെ തോളിലേറ്റി വാഹനത്തിൽ കയറ്റി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് ആംബുലൻസ് ഇല്ലെന്ന വിവരം അധികൃതർ പറയുന്നത്. ഇതിനിടെ ആശുപത്രി അധികൃതർ പുറത്തുള്ള ആംബുലൻസിന്റെ ഫോൺ നമ്പർ നൽകി. ഇതിൽ വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അരമണിക്കൂറിന് ശേഷം അവിടുത്തെ ആംബുലൻസ് വിട്ടു നൽകാൻ അധികൃതർ തയ്യാറായതെന്നും ആരോപണമുണ്ട്. ആംബുലൻസ് ലഭിക്കാൻ വൈകിയത് മൈക്കിളിന്റെ മരണത്തിന് ഇടയാക്കിയെന്നും ആക്ഷേപമുണ്ട്. കൂടാതെ റോഡരികിൽ ചുവട് ദ്രവിച്ച് ഉണങ്ങിയും ഒട്ടേറെ മരങ്ങളാണ് അപകട ഭീഷണിയിൽ നിൽക്കുന്നത്. അപകട ഭീഷണിയിലായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ല. പുനലൂർ മൂവാറ്റുപുഴ റൂട്ടിൽ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഒട്ടേറെ മരങ്ങൾ കാണാൻ കഴിയും. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ അധികൃതർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് പലതും. കാറ്റോ മഴയോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് മരം വീണ് ഒരാൾ മരിക്കാൻ ഇടയായതും. പ്രധാന പാതകളിൽ കൊലവിളി ഉയർത്തിക്കൊണ്ടു നിൽക്കുന്ന വയസ്സൻ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അധികൃതർ കാട്ടുന്ന അലംഭാവം മനുഷ്യജീവന് വില കൽപ്പിക്കാത്തത് കൊണ്ടാണെന്നും ആക്ഷേപമുണ്ട്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.